പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനത്തിനായി ഇന്ന് പുറപ്പെടും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ക്ഷണപ്രകാരമുള്ള യാത്രയിൽ പ്രതിരോധ മേഖലകളിലടക്കം സഹകരണം ചർച്ചയാകും. ഇന്ത്യ ഇസ്രായേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിൽ കൈവരിച്ച പുരോഗതി അവലോകനം ചെയ്യും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, പ്രതിരോധം, സുരക്ഷ, കൃഷി, ജല മാനേജ്മെന്റ്, വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതും ചർച്ചയാകും. ഇസ്രായേൽ പാർലമെന്റായ നെസ്ലെറ്റിനെ മോദി അഭിസംബോധന ചെയ്യും. പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ആഭ്യന്തര സുരക്ഷാ കവചം സുദർശന ചക്രം സജ്ജമാക്കുന്നതിൽ ഇസ്രായേലിന്റെ സഹകരണം തേടുമെന്നാണ് സൂചന. ഇസ്രായേൽ ആവിഷ്കരിച്ച അയൺ ഡോമിന്റെ മാതൃകയിലാണ് സുദർശന ചക്രം ആസൂത്രണം ചെയ്യുന്നത്. അതിർത്തിയിലെയും രാജ്യത്തിനുള്ളിലെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സുരക്ഷയൊരുക്കാനാണിത്. പുറത്തുനിന്നുള്ള ഡ്രോൺ, ദീർഘദൂര മിസൈലുകൾ എന്നിവയിൽ നിന്നുള്ള ആക്രമണം സുദർശന ചക്ര സംവിധാനത്തിലൂടെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിടുന്നു. ഇസ്രായേലിന്റെ അയൺ ബീം സംവിധാനത്തിന് ഡ്രോണുകൾ, റോക്കറ്റുകൾ, മോർട്ടാറുകൾ എന്നിവ തടയാൻ കഴിയും. ഓപ്പറേഷൻ സിന്ദൂറിൽ കരുത്തു തെളിയിച്ച റാംബേജ്, ഹാർപി, ഹരോബ്, കാമിക്കാസെ തുടങ്ങിയ മിസൈലുകളും ഡ്രോണുകളും അടക്കം നിരവധി ഇസ്രായേൽ ആയുധങ്ങൾ ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നുണ്ട്. ഫ്രാൻസ് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ പങ്കാളിയാണ് ഇസ്രായേൽ. പ്രതിരോധ രംഗത്തും കൂടുതൽ സഹകരണത്തിനുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന വിവരം. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആർ.കെ. സിംഗ് നവംബറിൽ ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു. ഇസ്രായേൽ സേനയുടെ കരുത്തായ അയൺ ഡോം വാങ്ങുന്നതിനുള്ള പദ്ധതി ഇന്ത്യയ്ക്കുണ്ട്. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തത്തിലൂടെ കൈവരിച്ച സുപ്രധാന പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്യും. കൂടാതെ ശാസ്ത്ര സാങ്കേതിക വിദ്യ, നവീകരണം, പ്രതിരോധം, സുരക്ഷ, കൃഷി, വ്യാപാരം, സമ്പദ്വ്യവസ്ഥ എന്നിവയുൾപ്പെടെയുള്ള സഹകരണത്തിന്റെ വിവിധ മേഖലകളിലെ കൂടുതൽ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ ആഗോള വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദീർഘദൂര മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ ആരോ, മധ്യദൂര മിസൈൽ പ്രതിരോധത്തിനുള്ള ഡേവിഡ് സ്ലിംഗ് എന്നിവയും ഇന്ത്യയുടെ പരിഗണനയിലുണ്ട്. ഇന്ത്യ ഇസ്രായേൽ സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ആദ്യഘട്ട ചർച്ചയും കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. അത് നാളെ സമാപിക്കും. 2017 നരേന്ദ്രമോദി ഇസ്രായേൽ ആദ്യമായി സന്ദർശിച്ചത്. 9 വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി വീണ്ടും ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ അതിന് തെരഞ്ഞെടുത്ത സമയം വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. US ആക്രമണം ഉണ്ടായേക്കുമെന്ന ആശങ്കയിൽ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരോട് മടങ്ങാൻ നിർദ്ദേശിക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്ററി സമിതി യോഗത്തിൽ ചില അംഗങ്ങൾ വിമർശനമുയർത്തിയത്. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ഇസ്രായേൽ പാർലമെന്റിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായുള്ള ഭിന്നത കാരണം പ്രതിപക്ഷം മോദിയുടെ പ്രസംഗം ബഹിഷ്കരിച്ചേക്കുമെന്നാണ് സൂചന. നെതന്യാഹുവിനൊപ്പം ജെറുസലേമിലെ മറ്റൊരു പരിപാടിയിലും മോദി പങ്കെടുക്കും. അതിനുശേഷം ഹോളോകോസ്റ്റ് സ്മാരകമായ യാദ് വാംഷ്യം സന്ദർശിക്കും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ചർച്ചകൾ നാളെയാണ് നടക്കുക. മോദിയുടേത് ചരിത്ര സന്ദർശനമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ പ്രാദേശിക സഹകരണം വരെയുള്ള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തം പുതിയ തലത്തിലേക്ക് എത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം 2 ആഗോള നേതാക്കൾ തമ്മിലുള്ള ശക്തമായ സഖ്യമാണെന്നും നവീകരണം, സുരക്ഷ, തന്ത്രപരമായ കാഴ്ചപ്പാടെന്നിവയിൽ തങ്ങൾ പങ്കാളികളാണെന്നും ജെറുസലേമിൽ താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദി എന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത്. പ്രധാനമന്ത്രി മോദിയുടെ 2ാമത്തെ ഇസ്രായേൽ സന്ദർശനമാണിത്. മുമ്പ് 2017 ജൂലൈ 4 മുതൽ 6 വരെ അദ്ദേഹം ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു. ഈ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി ഇസ്രായേൽ പാർലമെന്റായ നെസ്ലെറ്റിനെ അഭിസംബോധനയും ചെയ്തു. തുടർന്ന് ഇരു നേതാക്കളും ഇസ്രായേലിന്റെ ഹോളോകോസ്റ്റ് സ്മാരകമായ യാദ് വാഷ്യം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഫ്രാൻസ് കഴിഞ്ഞാൽ ഇന്ത്യ ഇസ്രായേലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത്. 2026 ഇന്ത്യയുമായി 71,000 കോടി രൂപയുടെ പ്രതിരോധ കരാറുകൾക്ക് ഇസ്രായേൽ സമ്മതിച്ചിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത് 2018 ജനുവരിയിലാണ്. 2025 നവംബറിൽ അദ്ദേഹം ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ചില ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് സൂചിപ്പിച്ചിരുന്നു. നവംബറിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇസ്രായേലി വിദേശകാര്യമന്ത്രി ഗിഡോൺ സാറുമായി ചർച്ച നടത്തി. നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനത്തിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് ഇതെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.